വിശുദ്ധന്റെ തിരുസ്വരൂപം ദൈവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന് അകമ്പടിയായി വിശുദ്ധന്റെ തിരുസ്വരൂപത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ പരുന്ത് പറന്നു പോകുമെന്നാണ് പറയുന്നത്. ഈ പരുന്ത് വിശുദ്ധന്റെ തിരുസ്വരൂപത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ പറന്നു പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഈ രണ്ട് വിശുദ്ധരുടെ പ്രതീകമായിട്ട് കാണണം എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. റോമായിലെ വിശുദ്ധ ലുസീനായും വിശുദ്ധ ഐറിൻ. വിശുദ്ധ ഐറിനാണ് അമ്പേറ്റ് പിടഞ്ഞ് താഴെ വീണ വിശുദ്ധ സെബസ്ത്യാനോസിനെ എടുത്ത് ശുശ്രൂഷിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. വിശുദ്ധ ലുസീനായാണ് ഗദ കൊണ്ട് പ്രഹരമേറ്റ് മരണപ്പെട്ട വിശുദ്ധന്റെ ശരീരം റോമായിലെ കനാലിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ അവിടെ അത് കിടന്ന് അഴുകിപ്പോകാതിരിക്കാൻ വിശുദ്ധൻ തന്നെ ദർശനത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവളെ അവിടേക്ക് നയിക്കുകയും അങ്ങനെ ആ ശരീരത്തെ പൂജ്യമായ സംസ്കാരം നൽകി അതിനെ വിശുദ്ധീകരിക്കുകയും ഇപ്പോൾ അത് റോമായിലെ അതിവിശുദ്ധ ദൈവാലയത്തിൽ അടക്കം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു വിശുദ്ധയെ ശുശ്രൂഷകയായും മറുവിശുദ്ധയെ സംരക്ഷകയുമായും സഭ കരുതി പോകുകയാണ്. ഈ രണ്ട് വിശുദ്ധരുടെ പ്രതീകമാണ് ഈ പരുന്തുകൾ. വിശുദ്ധ സെബസ്ത്യാനോസ് അമ്പേറ്റ് പിടഞ്ഞ് വനാന്തരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ ഈ വിശുദ്ധൻ മരണപ്പെട്ടു എന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഈ വിശുദ്ധന്റെ ശരീരം എടുത്ത് മറവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വിശുദ്ധ ഐറിൻ, റോമായിലെ ഐറിൻ അവിടേക്ക് വരുന്നത്. പക്ഷേ വിശുദ്ധനിൽ ജീവന്റെ കണിക കണ്ടപ്പോൾ അവൾ ശുശ്രൂഷിക്കുകയും ഈ വിശുദ്ധന് ജീവൻ തിരികെ നൽകുകയും ചെയ്യുകയാണ്. ആ സമയത്ത് ഈ വിശുദ്ധന്റെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി പരുന്തുകൾ അവിടെ വട്ടമിട്ട് പറന്നിരുന്നു എന്ന് പാരമ്പര്യവും ചരിത്രവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിശുദ്ധ ലുസിയാനയ്ക്ക് ദർശനമുണ്ടായപ്പോൾ കനാലിലേക്ക് വലിച്ചെറിയപ്പെട്ട ശവശരീരം കഴുകന്മാരുടെ കരങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി പരുന്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നും ചില പാരമ്പര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആയതിനാൽ പ്രിയമുള്ളവരെ, ഈ സംരക്ഷകയുടെ ഭാവമണിഞ്ഞ വിശുദ്ധ ലുസീന, വിശുദ്ധ ഐറിൻ ഈ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ശരീരത്തെ സംരക്ഷിച്ചതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ കർത്താവിൻ്റെ സംരക്ഷണം നമുക്ക് തലയ്ക്ക് മുകളിൽ ഇങ്ങനെ ഉണ്ടാകും എന്ന വലിയൊരു പ്രത്യാശയാണ്, പ്രതീക്ഷയാണ് ഈ പരുന്തിൻ്റെ സാന്നിധ്യം നമ്മെ ഓരോരുത്തരെയും ഉദ്ബോധിപ്പിക്കുന്നത്. വിശുദ്ധന്റെ ശരീരം അത് അമ്പേറ്റ് പിടഞ്ഞ ശരീരമാണ്. വേദനകളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ നാം ഓരോരുത്തരും കടന്നു പോകുമ്പോൾ നീ ഒറ്റയ്ക്കല്ല, നിനക്ക് അകമ്പടിയായി സ്വർഗത്തിന്റെ വലിയൊരു സംരക്ഷണം ഉണ്ടാകും എന്നൊരു പ്രഖ്യാപനമാണ് ഈ പരുന്തിന്റെ സാന്നിധ്യത്തിലൂടെ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കുന്നത്.